ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ശാസ്ത്രലോകമിന്ന് ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ പാതയിലാണ്. മനുഷ്യരാശിയെ കാലങ്ങളായി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന മഹാരോഗത്തിനു മുൻപിൽ മെഡിക്കൽ സയൻസ് ഒരു പുതിയ വഴിത്തിരിവ് കണ്ടെത്തുകയാണ്. കഠിനമായ പാർശ്വഫലങ്ങളും വേദനാജനകവുമായ കീമോതെറാപ്പിക്ക് പകരം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടാൻ പോകുന്ന അത്ഭുത കണികകൾ അഥവാ നാനോ റോബോട്ടുകൾ ഇതിന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മുടിയുടെ ഇടയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ചെറിയ ഈ കുഞ്ഞൻ റോബോട്ടുകൾ മനുഷ്യന്റെ രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ക്യാൻസർ കോശങ്ങളെ മാത്രം കൃത്യമായി മനസ്സിലാക്കി അതിനെ നശിപ്പിക്കാൻ കഴിയും. വൈദ്യശാസ്ത്ര രംഗത്തെ ഈ മഹാവിപ്ലവം ഒരു വശത്ത് വലിയ പ്രതീക്ഷകൾ നൽകുമ്പോൾ അത്രയേറെ ഗൗരവമേറിയ ചില ചോദ്യങ്ങൾ മറുവശത്ത് ഉയരുന്നുണ്ട്. മനുഷ്യ ശരീരത്തെ ഒരു യന്ത്രം പോലെ നിയന്ത്രിക്കാൻ പോന്ന ഈ സാങ്കേതിക വിദ്യയിൽ വെറുമൊരു ശാസ്ത്ര നേട്ടം മാത്രമാണോ, അതോ വിശുദ്ധ ബൈബിൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച അന്ത്യകാല സംഭവങ്ങളുടെ കൃത്യമായ ഒരു തുടക്കമാണ്? ശാസ്ത്രവും ബൈബിൾ പ്രവചനങ്ങളും തമ്മിൽ എവിടെയാണ് വിരൽ ചൂണ്ടുന്നത്? പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലും പ്രവചനങ്ങളിലും പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ആധുനിക യുഗത്തിൽ സംഭവിക്കുക എന്ന്. എന്നാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചകൾ കാണുമ്പോൾ പ്രവചനങ്ങൾ എത്രമാത്രം കൃത്യതയോടെയാണ് നമ്മുടെ കൺമുൻപിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ക്യാൻസർ ചികിത്സയിലെ ഈ നാനോ വിപ്ലവം ബൈബിൾ അധിഷ്ഠിതമായ അന്ത്യകാല സംഭവങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ ആഴത്തിൽ ബൈബിളിന്റെ വെളിച്ചത്തിൽ നാം ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ക്യാൻസർ എന്ന രോഗത്തിൽ നിന്നും മറ്റ് മാരകമായ രോഗത്തിൽ നിന്നും കർത്താവ് നമ്മെ കാത്ത് പരിപാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ ദൈവം രോഗങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ശാസ്ത്രത്തിന്റെ ഈ അതിവേഗ പാച്ചിൽ നമ്മെ എത്തിക്കുന്നത് എവിടെയാണ്? ബൈബിൾ പ്രവചനങ്ങളെ ശ്രദ്ധിക്കുന്ന, ലോകത്തിന്റെ ഭാവി അറിയാൻ ആഗ്രഹിക്കുന്ന സകലരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. എക്സ്റേയും സർജറിയും കഴിഞ്ഞാൽ നിലവിലുള്ള ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീമോതെറാപ്പി. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ ഇത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്നതിനോടൊപ്പം നമുക്ക് പ്രതിരോധ ശേഷി നൽകുന്ന നല്ല കോശങ്ങളെയും മുടി വളരുന്ന കോശങ്ങളെയും പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്നതാണ്. ഇത് രോഗിക്ക് കഠിനമായ ശാരീരിക വേദനയും മാനസിക വിഷമങ്ങളെയും സമ്മാനിക്കുന്നു. പലപ്പോഴും രോഗത്തെക്കാൾ രോഗി ഭയപ്പെടുന്നത് ഈ ചികിത്സയുടെ പാർശ്വഫലങ്ങളാണ്. ഇവിടെയാണ് നാനോ റോബോട്ടുകൾ പ്രസക്തമാകുന്നത്. 1 മീറ്ററിൽ 100 കോടിയിൽ 1 വലുപ്പം മാത്രമുള്ള അതീവ സൂക്ഷ്മമായ യന്ത്രങ്ങളാണ്. ഇവയെ പ്രത്യേകമായി പ്രോഗ്രാം ചെയ്തതാണ്. ശരീരത്തിലേക്ക് കടത്തിവിടുമ്പോൾ ഇവ രക്തത്തിലൂടെ സഞ്ചരിച്ച് ആരോഗ്യമായ കോശങ്ങളെ, ഒട്ടും തൊടാതെ ക്യാൻസർ ബാധിച്ച കോശങ്ങളെ മാത്രം കൃത്യമായി മരുന്ന് എത്തിക്കുന്നു. ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ഇത് മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ, രോഗങ്ങളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനും ഒരു അത്യപൂർവമായ നേട്ടമാണ്. പുറത്തുനിന്ന് ഒരു കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ പ്രത്യേക റേഡിയോ തരംഗങ്ങൾ വഴിയോ ഈ കുഞ്ഞൻ യന്ത്രങ്ങളെ ശരീരത്തിന് പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കും. അന്ധന് കാഴ്ച നൽകാനും തളർന്നുപോയ കോശങ്ങളെ പുനർജീവിപ്പിക്കാനും ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. മനുഷ്യൻ രോഗങ്ങൾക്ക് മേൽ പൂർണ്ണ വിജയം നേടുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ശാസ്ത്രലോകം ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോശങ്ങളിലേക്ക് ഒരു യന്ത്രത്തിന് പ്രവേശനം ലഭിക്കുമ്പോൾ അവിടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവികമായ വ്യവസ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഈ അസാധാരണമായ ശാസ്ത്ര വളർച്ചയിൽ ബൈബിളിൽ എന്താണ് പറയുന്നത്? വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ പുസ്തകമായ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അവിടെ അന്ത്യകാലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന വചനമുണ്ട്. ശ്രദ്ധിച്ചു നോക്കാം. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും
ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ട ഈ വാക്കുകൾ അക്ഷരം പ്രതി ഇന്ന് നടക്കുകയാണ്. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം വിജ്ഞാന സ്ഫോടനമാണ് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ലോകത്ത് നടക്കുന്നത്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പേടകങ്ങൾ അയക്കുന്നു. കൃത്രിമ ബുദ്ധി അഥവാ AI വികസിപ്പിക്കുന്നു. ഇപ്പോൾ ഇതാ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന വിധം ശാസ്ത്രം വളർന്നിരിക്കുന്നു. ബൈബിൾ പറയുന്ന അറിവിന്റെ പെരുപ്പം കേവലം പുസ്തക വിജ്ഞാനമല്ല, മറിച്ച് പ്രകൃതിയുടെ രഹസ്യങ്ങളെയും മനുഷ്യ ശരീരത്തിന്റെ ഘടനയെയും മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള സാങ്കേതിക വളർച്ചയാണ്. മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലം. ഇത് ബൈബിൾ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. ശാസ്ത്രം ഇത്രയധികം സൂക്ഷ്മ തലത്തിലേക്ക്, അതായത് നാനോ തലത്തിലേക്ക് വളരുന്നത് നാം ജീവിക്കുന്നത് പ്രവചിക്കപ്പെട്ട ഈ അന്ത്യകാലത്തിന്റെ സാഹചര്യത്തിൽ ആണ് എന്ന് ഏറ്റവും വലിയ തെളിവാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലത്ത് ലോകത്തിൽ നടക്കാൻ പോകുന്ന ഒരു സാമ്പത്തിക അധികാര വ്യവസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ഉള്ള മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെയും ആകുന്നു. പണ്ടുകാലത്ത് ക്രിസ്ത്യാനികളും ദൈവ ശാസ്ത്രജ്ഞന്മാരും ചിന്തിച്ചിരുന്നത് ഇതൊരു സാധാരണ മുദ്ര ആണ് എന്നാണ്. എന്നാൽ ഇന്നത്തെ സാങ്കേതിക യുഗത്തിൽ നാം കാണുന്നുണ്ട്, ലോകത്തിന് മുഴുവൻ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിന് മുൻപിൽ അതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൂടിയേ തീരൂ. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന AIയും അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ചിപ്പുകളും ഇതിൻ്റെ ആദ്യ പടികളാണ്. ഇവിടെയാണ് നാനോ റോബോട്ടുകളുടെ പ്രസക്തി. ചികിത്സയ്ക്കായി ശരീരത്തിലൂടെ കടത്തിവിടുന്ന ഈ നാനോ കണികകൾക്ക് രക്തത്തിലൂടെ സഞ്ചരിക്കാൻ മാത്രമല്ല, ശരീരത്തിലെ ജീവൽ പ്രധാനമായ രേഖകൾ ശേഖരിക്കാനും കഴിയും. ഒരു വ്യക്തിയുടെ ആരോഗ്യം, ഭാവഭേദങ്ങൾ എന്നിവയെല്ലാം പുറത്തുള്ള ഒരു സെൻട്രൽ സെർവറിലേക്ക് അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളിലേക്ക് തരംഗങ്ങൾ വഴി തത്സമയം കൈമാറാനും ഈ നാനോ റോബോട്ടുകൾക്ക് സാധിക്കും. രോഗശാന്തി എന്ന തികച്ചും മാനുഷികവും നല്ലതുമായ ഉദ്ദേശത്തോടെ സ്ഥാപിക്കുന്ന ഇത്തരം സാങ്കേതിക വിദ്യകൾ ഭാവിയിൽ മനുഷ്യരാശിയെ മുഴുവൻ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഒരു ആയുധമായി അന്തിക്രിസ്തുവിന്റെ ഭരണകൂടം മാറ്റിയേക്കാം. നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ സാങ്കേതിക വിദ്യകൾ ഒരു കേന്ദ്രീകൃത ഭരണകൂടവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ബൈബിൾ പറഞ്ഞതുപോലെ ആ സിസ്റ്റത്തിന് വിധേയരാകാത്തവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു കാലഘട്ടം സംജാതമാകും. ബൈബിൾ പ്രവചനങ്ങളിൽ മനുഷ്യർ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് നമ്മുടെ DNA ആണ്. എന്നാൽ ആധുനിക ശാസ്ത്രം ഇന്ന് ജീൻ എഡിറ്ററിലേക്ക് മോളിക്യുലർ ബയോളജിയിലേക്കും കടന്നിരിക്കുകയാണ്. നാനോ റോബോട്ടുകൾക്ക് കോശങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് DNA ഘടനകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ മൃഗത്തിന്റെ അടയാളം സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രം പകരപ്പെടുമെന്നും അവർക്ക് പിന്നീട് മാനസാന്തരം ഇല്ല എന്നും വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ അടയാളം സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിലേക്ക് മടങ്ങിവരാൻ കഴിയാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഒരുപക്ഷെ ഈ ബയോ ടെക്നോളജിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു മനുഷ്യന്റെ DNA ഘടന നാനോ റോബോട്ടുകളിലൂടെയോ അല്ലെങ്കിൽ ചിപ്പുകളിലൂടെയോ മാറ്റിമറിക്കപ്പെടുമ്പോൾ അവൻ ദൈവത്തിന്റെ ശുദ്ധമായ സൃഷ്ടിപ്പിൽ നിന്നും മാറി ഭാഗികമായ ഒരു യന്ത്രമായി മാറുകയാണ്. മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും പുറത്തുനിന്ന് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, അതിനെ മാറ്റാൻ കഴിഞ്ഞാൽ, മനുഷ്യന് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ ആരാധിക്കാനും മാനസാന്തരപ്പെടാനോ സാധിക്കാതെ പോകും. മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന ഇത്തരം ജനിതക മാറ്റങ്ങൾ ദൈവിക വ്യവസ്ഥിതിക്ക് എതിരായി സാത്താന്റെ നീക്കങ്ങളായി മാറുന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നോക്കാം.
അവിടെ 7 ദൈവിക കോപത്തിന്റെ കലുഷങ്ങൾ ഭൂമിയിൽ ഒഴിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നാമത്തെ കലുഷം ഭൂമിയിൽ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നത്, അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത വ്രണം ഉണ്ടായി. ഈ വചനത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ശരീരത്തിലൂടെ കടത്തിവിടുന്ന നാനോ റോബോട്ടുകൾ അല്ലെങ്കിൽ മൈക്രോ ചിപ്പുകൾ കൃത്യമായ തരംഗങ്ങളിലൂടെയും ഊർജ സ്രോതസ്സുകളിലൂടെയും സഹായത്തോടെയാണ് ഭാവിയിൽ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളോ സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന അതിശക്തമായ സൗര ജ്വാലകളോ അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന തകരാറുകളോ കാരണം ശരീരത്തിനുള്ളിലെ അടിക്കടി റേഡിയേഷനുകൾ ഉണ്ടാവുകയോ വിഷലിപ്തമാകുകയോ ചെയ്യാം. ഇത് മനുഷ്യന്റെ ചർമ്മത്തിലും കോശങ്ങളിലും കഠിനമായ അണുബാധയ്ക്കും ഭേദമാകാത്ത വ്രണങ്ങൾക്കും കാരണമാകും. ശാസ്ത്രം തങ്ങൾക്ക് നിത്യജീവനിലേക്കുള്ള വഴി തുറക്കുമെന്നുള്ള വിശ്വാസത്തിൽ ശരീരത്തിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നവർക്ക് ഒടുവിൽ അതുതന്നെ വലിയ ശാരീരിക പീഡനമായി മാറുമെന്ന് ബൈബിൾ സത്യത്തിന്റെ വെളിപ്പെടുത്തലുകളാകാം ഈ പ്രവചനം. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയവനാകാനുള്ള ശ്രമത്തിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. അതിന് ഒരിക്കലും സാധ്യമല്ല എന്ന് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവ സൃഷ്ടിയെ മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തമായൊരു ലോകം സൃഷ്ടിക്കാനുള്ള മനുഷ്യന്റെ ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും മുൻപോട്ടുള്ള കാലങ്ങളിൽ അത് നല്ലതിനല്ല എന്നുള്ള സത്യത്തെ നാം മനസ്സിലാക്കണം. അത് തിന്മകളുടെ ഒരു കൂമ്പാരത്തെ നമുക്ക് നേടിത്തരും. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവവചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകുന്നത്. നമുക്കോരോരുത്തർക്കും ഈ കേട്ട വചനത്താൽ അവിടുന്ന് ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് നന്ദിയുള്ള മക്കളായി മുൻപോട്ട് ജീവിക്കാം. ഈ വീഡിയോ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.